ജീവിതം വഴക്കിടുവാനുള്ളതല്ല, പാഠങ്ങൾ പഠിക്കുവാനും പങ്കിടുവാനും അവസരങ്ങളുണ്ട് ഈ ലോകത്തിൽ. ഒരു സ്കൂളിൽ കത്തെഴുതാൻ പഠിപ്പിക്കുകയായിരുന്നു അധ്യാപകർ. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കുട്ടികളെ തനിക്കിഷ്ടമുള്ള ഒരാൾക്ക് കത്തെഴുതാൻ അനുവദിച്ചു. എന്ത് വിഷയം എഴുതാം. നിഷ്കളങ്കമായ വാക്കുകൾ കടലാസിലേക്ക് അവർ എഴുതുവാൻ തുടങ്ങി. ഒരു 10 വയസ്സുകാരി തൻ്റെ അമ്മയ്ക്കാണ് കത്തെഴുതിയത്. ഉള്ളടക്കം പരിശോധിച്ചപ്പോൾ ചില വാക്കുകൾ അധ്യാപകരെ ചിന്തിപ്പിച്ചു. മാതാപിതാക്കൾക്ക് ഒരു പാഠപുസ്തകം പോലെയായിരുന്നു അത്. ആ കുട്ടി എഴുതി, അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ എവിടെ ആയിരുന്നാലും അമ്മയുടെ ചിറകിൻ അടിയിലേക്ക് എത്തുവാൻ കൊതിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, അമ്മ പിണങ്ങരുത്. ഞാൻ വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലെത്തുമ്പോൾ അമ്മ എന്നോട് സ്നേഹമായിട്ടേ സംസാരിക്കാവൂ. ഒച്ച വയ്ക്കരുത്. ദയവായി എന്നെ വഴക്കും പറയരുത്. അത്രമാത്രം ക്ഷീണിച്ചാണ് ഞാൻ വരുന്നത്. ദേഷ്യപ്പെടുന്ന അമ്മയല്ല എനിക്കിപ്പോൾ കാണേണ്ടത്. ആദ്യത്തെ 5 മിനിറ്റെങ്കിലും സ്നേഹം മാത്രം തരിക, പിന്നെ എന്നെ വഴക്ക് പറയാം. അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എത്ര ക്ഷീണിച്ചാണ് വരുന്നത് എനിക്കറിയാം. വന്നാലുടൻ പരാതികൾ പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കാറില്ലല്ലോ. ക്ഷീണമൊക്കെ മാറി ചായ കുടിച്ചിട്ട് നമുക്ക് ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം. ദയവായി അമ്മ എന്നെ ഷൗട്ട് ചെയ്യരുത്. ഇതൊരു അപേക്ഷയാണ് അമ്മേ. സ്വാതന്ത്ര്യവും സ്നേഹവും നാം എത്രമാത്രം കൊതിക്കുന്നു എന്നാണ് ഈ വാക്കുകൾ, ഈ വരികളിൽ പറയുന്നത്. ജീവിതം വഴക്കിടുവാനുള്ളതല്ല, പാഠങ്ങൾ പഠിക്കുവാനും പങ്കിടുവാനും അവസരങ്ങളുണ്ട്. എന്നാൽ സ്നേഹം തലോടുന്ന, പ്രതീക്ഷിക്കുന്ന സമയത്ത് മനസ്സിൽ നോവുന്നതൊന്നും നൽകരുതേ. വീട്ടിൽ തിരിച്ചു വരുന്ന ഗൃഹനാഥനും പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ്. പുഞ്ചിരിയോടെ ഒരു സ്വാഗതം നമുക്ക് സ്നേഹത്തോടെ കാത്തിരിക്കുന്ന എന്ന തോന്നൽ അദ്ദേഹത്തിനുമുണ്ടാകട്ടെ.